അനുഗ്രഹിക്കുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് നല്ല തെളിവായി നല്ല കാലാവസ്ഥയായി ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ സഭയിലുള്ള 99% പേര് സുഖമായിരിക്കുന്നു. പക്ഷേ പലരെയും വളരെ കാണാനില്ലായിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നോട് വരാമെന്ന് പറഞ്ഞാൽ പലരും ഇന്ന് ആരാധനയ്ക്ക് സമ്മതിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ ആരാധനകൾ ശക്തിപ്പെടണം. അത് സുസ്ഥമായി പോകുവാനായിട്ട് പാടില്ല എന്നുള്ളവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കടന്നു നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുക എന്നതാണ് ഈ സമയം പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകർത്താൻ നമുക്ക് നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് മഹാടോകിയായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ചിന്താവിഷയം കം ഹോളി സ്പിരിറ്റ് ലെറ്റ് us free. പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്നുള്ളത്. ഇത് വളരെ ഗഹനമേറിയ ഒരു വിഷയമാണ്. ഈ ഒരു വിഷയത്തെ പ്രതിപാദിക്കുവാൻ നമുക്ക് സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് 3 ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇടുവാനായിട്ട് ഞാൻ ശ്രദ്ധാവിശ്വാസപ്പെടുന്നു. ഇത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയവും പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമാണ്. ഇന്ന് കള്ളപ്രവാചകന്മാരും കള്ള ശുശ്രൂഷകരും ദൈവജനത്തെ അവരുടെ വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും ജീവിത രീതിയിൽ നിന്നൊക്കെ വലിച്ചു കളയുന്ന ഒരു അതിപ്രധാന ഘടകം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കിയാൽ അനേക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അന്യഭാഷ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്യഭാഷയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയിലേക്ക് കടക്കാതെ പുറമേയുള്ളതായിട്ടുള്ള കാര്യം പറയുന്നത് അന്യഭാഷ നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം അവിടെയുള്ള ശിഷ്യന്മാരും അവരുടെ കൂടെ മറ്റു പലരും അവിടെ കൂടിയിരുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്ന് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഈ അന്യഭാഷകളുടെ ഒരു പ്രത്യേക അന്ന് അവിടെ നിലവിലിരുന്ന ഭാഷ അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം 16 ഭാഷയിൽ കൂടിയാണ് അവരെ സംസാരിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഭാഷകൾ. എന്നാൽ സംസാരിച്ചതായിരിക്കുന്ന ഈ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവർക്ക് ഈ ഭാഷകളെല്ലാം അറിയാവുന്നതായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിജ്ഞാനം അവരുടെ മേൽ വന്നപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ കൂടിയിരുന്ന മറ്റുള്ളവരുടെ ഭാഷയിൽ അവർ സംസാരിക്കാതെയാണ് അന്യഭാഷ. വേദപുസ്തകം പറയുമ്പോൾ അന്യഭാഷയിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ലോകത്തിലെ ഭാഷ തന്നെയായിരിക്കും, മറ്റൊന്ന് സ്വർഗീയ ഭാഷയായിരിക്കും. എന്നാൽ വേദപുസ്തകം പറയുമ്പോൾ സ്വർഗീയ ഭാഷയിൽ സംസാരിച്ചാലും അതല്ല ഭൂമിയിലുള്ള ഭാഷയിൽ സംസാരിച്ചാലും അത് ആത്മീയ വർധന വരുത്തുന്നു. പൊതുവിലുള്ള സംസാരിക്കാൻ പാടില്ല. പൊതുസ്ഥലത്ത് അവിടെ സംസാരിക്കാൻ പാടില്ല. എന്നാൽ സംസാരിക്കണം അതിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കണം. അതാണ് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണെന്ന് പറഞ്ഞ് കുറെ വിക്രികൾ കാണിക്കുവാനായിട്ട് വേദപുസ്തകം നമ്മെ ആലോചിക്കുന്നില്ല എന്ന് വിചാരിച്ച് അന്യഭാഷ ഇല്ല എന്ന് വിചാരിക്കരുത്. അന്യഭാഷകളുണ്ട്. പക്ഷേ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ സംസാരിക്കുന്നതിന് അർത്ഥം പറഞ്ഞു കൊടുക്കണം. അർത്ഥം പറയുന്നില്ല എങ്കിൽ അവൻ സംസാരിക്കുന്നത് സ്വർഗീയമായിരിക്കുന്ന ഭാഷ അല്ല. സ്തോത്രം. അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് കേൾക്കുന്ന എല്ലാ അന്യഭാഷകളും അന്യഭാഷ
ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ല. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഈ അന്യഭാഷകളെ കുറിച്ച് ഒരു പഠനം ഉണ്ടായി. അവിടെ ഞങ്ങൾ പഠിച്ചതായിരിക്കുന്ന ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കുമോ? ഞാൻ പഠിപ്പിക്കാം. അപ്പൊ ഞങ്ങൾ ഡിബേറ്റ് നടക്കുന്ന ഒരു വാഗ്വാദങ്ങൾ നടക്കുന്ന ചില വിഷയങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, അന്യഭാഷ ഞാൻ സംസാരിക്കുകയില്ല. അന്യഭാഷ നമ്മളെല്ലാം ഇരിക്കുക, വായി കൊടുത്തിരിക്കുക, നമുക്കൊന്നും അറിയുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇത് പഠിപ്പിക്കുന്ന ഇടം ഒന്നിപ്പം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്യഭാഷയാണെന്ന് പറയുന്നവരെ ഒന്നും വീട്ടിൽ കേട്ടിരുന്നു. അവരെ ശുശ്രൂഷി എല്ലാവരുടെ കാര്യം നല്ല പറയുന്നു. 99% കർണന്മാരായിരിക്കുന്നവരാണ്. കാരണം ദേവസ്വത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ചിട്ടോ അന്യഭാഷയാണെന്ന് പറഞ്ഞ് പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് അതൊന്നും അന്യഭാഷയല്ല. ദൈവവചനത്തിന്റെ വ്യവസ്ഥ അന്യഭാഷയിൽ സംസാരിക്കും. ഞാനിവിടെ വന്നിരുന്നത് കുറെ അറബിയിലോ അല്ലെങ്കിൽ സംസ്കൃതമോ അല്ലെങ്കിൽ ഹീബ്രുവോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല രാജ്യമുണ്ടോ? ഇതൊന്നും എനിക്ക് അറിയില്ല. വേറെ ഭാഗം ഞാനിത് പറഞ്ഞാൽ എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയത്തില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത് അന്യഭാഷയിൽ സംസാരിച്ചാൽ പൊതുവില സംസാരിക്കണമെങ്കിൽ അത് എന്താണ് സംസാരിക്കുന്നത് ഉപയോഗപ്പെടുത്തി കൊടുക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ നിറം. ഞാൻ ആ ഭാഗമാണ് ബൈബിളിൽ പറഞ്ഞതിന്റെ കാരണം ഇന്ന് കേൾക്കുന്നത് ഭൂമി സൗണ്ട്, ലാലാല സൗണ്ട്, സൗണ്ട്, ഇതൊന്നും അന്യഭാഷ അല്ല. നാം അത് പ്രത്യേകമായി മനസ്സിലാക്കുക. എല്ലാ ആഴ്ചയും ഞാൻ കേൾക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അതൊക്കെ ജനത്തെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഭാഗം ഞാൻ അവിടെ ഇവിടെ ഉയർത്തതിന് ശേഷം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഏകദേശം 40 നാൾ ഈ ലോകത്തിൽ ജീവിച്ചു. അതിനുശേഷം സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാനാൽ ആയിരം നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വന്നിട്ട് നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് ബോധ്യം വരുന്നു. ഈ പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു ലോകത്തിലേക്ക് അയച്ചു. അത് ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാലാണ് ഞാനും നിങ്ങളും വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ ആത്മീയമായിരിക്കുന്ന ഉപദേശം പ്രാപിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാലാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വെച്ച് നമ്മുടെ ജീവിതയാത്രയെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാക്കുന്നത് ആ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ്, ആ പരിശുദ്ധാത്മാവിനാലാണ് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നത്. ആ പരിശുദ്ധാത്മാവിനാലാണ് വിടുതലുണ്ടാകുന്നത്. ആ പരിശുദ്ധാത്മാവിനാലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നില്ല എങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. ഈ 3 വേദഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2-3 ചിന്തകൾ പറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ എഴുതി വെച്ചത് കുഴപ്പമാണോ? 1-ാം പാഠം 61-ാം അധ്യായമായി. 61-ാം അധ്യായം യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫലങ്ങളെ പറയുകയാണ്. 61-ാം അധ്യായം 1 മുതൽ 11 വരെ നാം വായിക്കുമ്പോൾ 7 വിധമായിരിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന എളിയവരോട് സത്വത്താൽ ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. താങ്കൾക്ക് 7 വിധമായിരിക്കുന്ന വിടുതലിനെയാണ് പറയുന്നത്. നിങ്ങൾ വായിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാമത് ചെയ്യുന്ന കാര്യം അവിടെ ചില വിടുതൽ വരുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തടവുകാർക്ക് വിടുതൽ, ബന്ധുക്കാർക്ക് സ്വാതന്ത്ര്യം, നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരം പ്രസിദ്ധമാക്കുന്നു, ദുഃഖിതരൊക്കെയും ആശ്വസിക്കുന്നു. സിയോനിലെ ദുഃഖിതർക്ക് വെണ്മയ്ക്ക് പകരം അലങ്കാരമാണ്, ദുഃഖത്തിന്
വിടുതൽ നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം നൽകുന്ന ലോകത്തിലെ ഭൗതികമായിരിക്കുന്ന സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. 7 കാര്യങ്ങൾ അവർ 3 വാക്യങ്ങളിൽ പറയുന്നു. അത് ഈ ലോക ജീവിതത്തിന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവന് വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്. ഇന്ന് സ്നേഹം കുടുംബങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ ആരാധനയുടെ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നിയ ഒരു ആരാധനയാണ് മുമ്പോട്ട് വരുന്നത്. പക്ഷെ സ്നേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയുമെങ്കിലും ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് ഒരു അക്രൈസ്തവൻ പ്രസംഗിക്കുന്നു. നല്ലൊരു പ്രസംഗം. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. കേരളത്തിൽ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ്. വിവിധ ഭാഷകൾ, വിവിധ ആചാരങ്ങൾ, വിവിധ മതങ്ങൾ, വിവിധമായിരിക്കുന്ന ജീവിത ശൈലികൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ മതങ്ങളും സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. എല്ലാ മതങ്ങളും വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. എല്ലാ മതങ്ങളും നന്മയെ കുറിച്ച് പഠിപ്പിക്കുന്നു. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത ഈ മതങ്ങൾ തമ്മിലടിക്കുകയാണ്. ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ടവരെ കണ്ടാൽ ഉണ്ടാകിയിരിക്കുന്നു. അവരോട് സംസർഗമില്ലാതിരിക്കുന്നു. അവരെ അന്യനായിരുന്നു. ചില മതങ്ങൾ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ കൊന്നുകളയാണെന്ന് പഠിപ്പിക്കുന്നു. അതിനായി പ്രയത്നിക്കുന്നു. അവിടെ എവിടെയോ ഒരു പ്രശ്നം കിടക്കുകയാണ്. എവിടെയാ പ്രശ്നം? ഭൗതികമായിരിക്കുന്ന ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അപ്പുറം ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയും ആ ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ലോകത്തിൽ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങി വരണം. നിങ്ങൾ പിന്നെ വായിച്ചോണം. അത് വളരെ വിശദീകരിക്കേണ്ടതായ കാര്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുവിക്കും. രണ്ടാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തിയാണ്. ഒന്നാമത്തെ ഭാഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ പലവിധമായിരിക്കുന്ന കെട്ടുപാടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകും. രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവ്. അവിടെ 11ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 11ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നതിന്റെ അവസാനം അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ആത്മീയമായിരിക്കുന്ന സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒന്നാമത് നാം ചിന്തിച്ചത് ഭൗതികമായിരിക്കുന്ന വിടുതൽ ഈ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ, രണ്ടാമതോ ആത്മീയമായിരിക്കുന്ന ദർശനം നമുക്ക് നൽകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ സ്വീകരിക്കാനാണെന്ന് പറയുകയും പള്ളിയിൽ പേരുണ്ടായിരിക്കുകയും ശാസ്ത്രപ്പെടുകയും സ്വന്തമാക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടോ നമ്മുടെ ലോകപ്രകാര മധ്യത്തിലും വെടികൂട്ടുകൾക്കും പിന്നാലെ പോകുന്നതിൽ അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലായിരുന്നു. നമ്മളെ ദൈവപരനാണെന്ന് അഭിമാനിക്കുകയും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും കരുതാതിരിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. ഈ ദാനമായി കർത്താവിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ വേദനിക്കുന്നത് കണ്ടിട്ടോ, പട്ടണി കിടക്കുന്നത് കണ്ടിട്ടോ, ദാരിദ്ര്യം കണ്ടിട്ടോ മനസ്സിലൊന്നുമില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇല്ല എന്നുള്ളത്. ഇവിടെ രണ്ടാമത് നാം കാണുന്നത് ദൈവത്തിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണം. ഞാൻ ആ ഭാഗത്തോടെ മൂന്നാമത്തെ
നാം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഇതാ 4-ാം അധ്യായം, അത് മുഴുവൻ വായിക്കാൻ സമയമില്ലല്ലോ. 18-ാമത്തെ വാക്യം യേശു ക്രിസ്തു വായിച്ചതായിരിക്കുന്ന ഒരു വാക്യം. യേശു ക്രിസ്തു വായിച്ചതായ ഈ വാക്യത്തിൽ അവിടെ വളരെ പ്രധാനപ്പെട്ടതായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും, പ്രസംഗിപ്പാനും പീഡിതരെ എഴുന്നേൽപ്പിപ്പാനും കർത്താവിന്റെ സ്വാതന്ത്ര്യം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. 3 ചെറിയ കാര്യങ്ങൾക്കാണ് വലിയ വിശദീകരണത്തിന്റെ ആവശ്യമുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ നമുക്ക് ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിൽ വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും മധ്യത്തിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ, വിശ്വാസത്തെ ചെയ്യിപ്പിച്ചു കളയാതെ നമുക്ക് ധൈര്യമായി മുൻപോട്ട് പോകുവാനായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ എന്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചതായ ചില കാര്യങ്ങൾ ഞാൻ ചില ആൾക്കാരോട്, എനിക്കറിയാവുന്ന കുറച്ച് പേരാ, അവരെ CSIയിൽ നിന്ന് മറ്റ് മതങ്ങളിലേക്ക് പോയി. അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റു മതങ്ങളിൽ പോയത്? എന്തുകൊണ്ട് നിങ്ങളത് പോയി? എന്തുകൊണ്ട് ചെയ്യും? അവരെന്തും പറഞ്ഞ ഒരു കാര്യം, ചിലർ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ഭർത്താവിനെ കിട്ടിയില്ല, ഭർത്താക്കന്മാരെ അന്വേഷിച്ചത് കിട്ടിയില്ല. ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭാര്യമാരെ അന്വേഷിച്ചത് കിട്ടിയില്ല ഞങ്ങളുടെ മക്കൾക്ക്. ചിലർ പറഞ്ഞു, നല്ല മിടുക്കനായ ഒരു പയ്യൻ, ഞങ്ങൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായി. പക്ഷേ ഈ ലോക ജീവിത യാത്ര അനുഗ്രഹമായി മുന്നോട്ട് പോകണമെങ്കിൽ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാവശ്യം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന ലോകത്തിൽ നമുക്ക് ജോലിയുണ്ടെങ്കിൽ, സാധ്യതകളുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. പലപ്പോഴും അത് കഴിയാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ധൈര്യമായി മുൻപോട്ട് പോകുക. ക്രിസ്ത്യാനികളല്ലാത്തവർ ജീവിക്കുന്നതിനുണ്ട്. അവർ ജീവിക്കുന്നതിന്റെ അർത്ഥം അവരുടെ അകത്തൊരു വിശ്വാസമുള്ളതാണ്. അവരറിഞ്ഞ സത്യത്തിൽ അവർ നിലനിൽക്കുന്നവരാണ്. അതിനെ പരിശുദ്ധമായി, വിശുദ്ധമായി കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർ നിലനിൽക്കുവാനായിത്തീരുന്നത്. പലപ്പോഴും നമുക്ക്, ക്രിസ്ത്യാനികളെ അഭിമാനിക്കുന്ന നമുക്ക് പലപ്പോഴും ഈ വിശ്വാസം ഇല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തെ ബുദ്ധിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരായിത്തീരുക. എന്നാൽ വേദപുസ്തകം പറയുന്ന ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. രണ്ടാമത്തെ കാര്യം, ആത്മീയമായിരിക്കുന്ന നന്മകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്കുണ്ടാകും. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ ഈ ലോകത്തിലെ ജീവിതയാത്രയിൽ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. വീണ്ടും വേറെ പറയുന്നു, ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതോ? എന്താ കാര്യം? വേദപുസ്തകം പറയുന്നു, ഈ പരിശുദ്ധാത്മാവിനാണല്ലോ നിങ്ങൾ വീണ്ടെടുക്കുന്നതായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നാം ക്രിസ്ത്യാനികൾ വിളിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. നമുക്കങ്ങനെയായി തീരരുതോ? കാരണം ഈ പരിശുദ്ധാത്മാവിനാലാണ് നമ്മെല്ലാവരെയും വീണ്ടെടുക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കളയുക. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കൊള്ളരുതാത്ത
യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ മനുഷ്യര് മാനുഷികമായി ചില പ്രവർത്തനങ്ങളോ ചിന്തകളോ സംസാരങ്ങളോ ജീവിതശൈലിയോ ഒരുപക്ഷെ വന്നിരിക്കാം. അങ്ങനെ വന്നാൽ നാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടിയാണ് നാം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലം കഴിഞ്ഞൊരു മറ്റൊരാഴ്ച കാലം എന്റെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെയും ക്ഷമിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളിൽ വീണ്ടും വർദ്ധിക്കുവാനായി. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ പരിശുദ്ധാത്മാവിനാലാണ് നാം എല്ലാവരും വീണ്ടെടുക്കുന്ന നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് വീണ്ടെടുപ്പുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കടകളെ അറിയിക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നീതിമാനും നിത്യനുമായ ദൈവമേശ്വരനാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു